നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായി BJPയെ വൈറ്റ് വാഷ് ചെയ്യാൻ തന്നെയാണ് കൃത്യമായും രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും മെഗാ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഇരുവരും അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ്. ഇരുവരും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അവർ ദേശീയ നേതൃത്വത്തിന് കൃത്യമായി വഴികാട്ടിയായി പ്രവർത്തിക്കുന്നവരാണ്. ഇരുവരും സംഘടനാപരമായി കോൺഗ്രസിനെ അതാത് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തിച്ചവരാണ്. DK ശിവകുമാർ ആകട്ടെ കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി തന്നെയാണ് അവിടുത്തെ അട്ടിമറി സാധ്യതകളെ എല്ലാം അവഗണിച്ചുകൊണ്ട്, അതിൻ്റെ വെല്ലുവിളികളെയെല്ലാം മറികടന്നുകൊണ്ട് സംസ്ഥാനത്ത് കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ കോൺഗ്രസിനെ ചലിപ്പിക്കുന്നത്. രേവന്ത് റെഡ്ഡി ആകട്ടെ എതിർ പാർട്ടിയായ ഭാരത് രാഷ്ട്ര സമിതിയെ ഒട്ടുമുക്കാൽ നേതാക്കളെയും കോൺഗ്രസിലേക്ക് ആക്കിക്കൊണ്ട് അവിടുത്തെ അംഗസംഖ്യ 76ലേക്ക് ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് അഭിമാനാർഹമായ നേട്ടം കുറിച്ച നേതാവാണ്. പറഞ്ഞു വരുന്നത് കൃത്യമായും അവരുടെ അടുത്ത പ്ലാനിങ്ങിനെ കുറിച്ച് തന്നെയാണ്. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും നടക്കുന്ന വേർതിരിവ് പാർലമെൻറ്റിലെ ഡീലിമിറ്റേഷൻ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ സ്റ്റാലിൻ ഈ ഡീലിമിറ്റേഷൻ നടപടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തെ, ഇന്ത്യ മുന്നണിയെ സുസജ്ജമാക്കി നിർത്താൻ പല പ്ലാനുകളും നടത്തിയിരുന്നു. ചെന്നൈയിൽ അതിനുവേണ്ടിയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ മീറ്റ് വരെ നടത്തിയിരുന്നു. അതുമാത്രമല്ല, മുംബൈയിലും പല പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി വളരെയധികം വാശിയോടെ കൂടി, അതായത് ഉത്തേജകജനകമായി അവർ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പ്രവർത്തനത്തിൽ പല നേതാക്കളുമില്ല. BJP അതിനെയാണ് കളിയാക്കുന്നത്. ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പലരും പാതി വഴിക്കിട്ടോടുന്നത് എന്തുകൊണ്ട്? നിങ്ങളുടെ സംഘടന ഇത്രയധികം മരവിച്ചു പോയോ? നിങ്ങളുടെ സംഘടനയ്ക്ക് വീറും വാശിയൊന്നുമില്ലേ? പാതി വഴിയിൽ വെച്ച് ചുണ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന പല ചോദ്യങ്ങളുണ്ട്. അതിന് കാരണമാകുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ തന്നെയാണ്. തമിഴ്നാട്ടിൽ DMKയുടെ സാധ്യത ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് തമിഴക വെട്രിക്കഴകവുമായി കൈകോർത്തു. DMKയുമായി സഖ്യം ചേർന്ന് സീറ്റ് വിഹിതം വെച്ചിരുന്ന സ്ഥലത്ത് ഇനി തമിഴക വെട്രിക്കഴകവുമായി ആയിരിക്കും മുന്നേറ്റം നടത്തുക എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ വിജയി ആയിരിക്കും ഇന്ത്യ മുന്നണിയിലെ സുപ്രധാന ദ്രാവിഡ കക്ഷിയായി, അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാടിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇന്ത്യ മുന്നണിയുടെ നേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന സംവിധാനം DMK അല്ല രൂപീകരിച്ചത്. അത് രൂപീകരിക്കാൻ എല്ലാ കാരണവുമായത് കോൺഗ്രസും ഇടത് സംഘടനകളുമാണ്. അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റു വഴികൾ. ഏതായാലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടില്ല എന്നുള്ളത് തമിഴ്നാട് കോൺഗ്രസ് ഘടകവും വ്യക്തമാക്കിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ദക്ഷിണേന്ത്യയിൽ DK ശിവകുമാറും രേവന്ത് റെഡ്ഡിയും മെഗാ പ്ലാനുമായി മുന്നോട്ട് പോവുകയാണ്. ബൈഫർക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആന്ധ്രയിൽ നടന്നപ്പോൾ ആന്ധ്രയുടെ കാര്യത്തിൽ പ്രത്യേക ഉത്തരവാദിത്വത്തോടു കൂടി സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ആ മെഗാ പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള ശ്രമമാണ്.